നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥയായിട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് സുധീഷിനെ അന്വേഷിച്ച് ഹരീഷും നികേഷും സുഭാഷും കൂടെ പോവുകയാണ്. അപ്പം നല്ല സ്പീഡിലാണ് പോകുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണം. അപ്പം സുധീഷ് ഫോൺ വിളിച്ചിട്ട് ഒരു വഴിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് അറിയില്ലെങ്കിലും കൊണ്ടുപോയ വഴി ഏകദേശം സുധീഷിന് അറിയായിരുന്നു. അങ്ങനെ ആ സ്ഥലത്തേക്ക് അവർ പോകുകയാണ്. ആ സമയത്ത് സുധീഷിനെ കൊണ്ട് ഗുണ്ടകൾ അവിടുന്ന് പോവുകയാണ്. ഇനി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ആപത്താന്നുള്ള കാര്യം അവന്മാർക്കും മനസ്സിലായി. ഈ സമയം ഒരിടവഴിയിലേക്ക് കയറാനായിട്ട് ഹരീഷ് ബൈക്ക് തിരിച്ചു കഴിഞ്ഞപ്പോഴത്തേനുമാണ് സുധീഷിനെ കൊണ്ടുള്ള ആ കാർ അങ്ങോട്ടേക്ക് വന്ന് ഹരീഷിനെ ഇടിച്ചു തീർപ്പിക്കുന്നത്. ഹരീഷ് സൈഡിലേക്ക് പോയി വീണു. ഇത് കണ്ടുകൊണ്ടാണ് തൊട്ടുപുറയിലെ ബൈക്കിൽ സുഭാഷും നികേഷും കൂടെ വരുന്നത്. അവർ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഹരീഷ് താഴെ വീണ് കിടക്കുക. സഹിച്ചില്ല. ഓടി വന്നിട്ട് ഹരീഷിനെ പിടിച്ചെഴുന്നേപ്പിച്ചു. എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചു. കാലിലും കയ്യിലും കുറച്ച് തൊലിയൊക്കെ മുട്ടയിലെ പോയിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് സുഭാഷ് നല്ല ദേഷ്യം. എടാ നിന്റെ ഒന്നും കണ്ണ് കാണത്തില്ല എന്ന് ചോദിച്ചോണ്ട് കാറിന്റെ ഡ്രൈവറോട് ദേഷ്യപ്പെടുകയാണ്. അപ്പോഴേക്കും ഡ്രൈവർ നിന്നെ ഞാൻ കാണിച്ചു തരടാ, ഇവരെവിടെ നോക്കിയാ വന്നേന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അതിനകത്തിരുന്ന് വേറൊരു ഗുണ്ട പറഞ്ഞു, ദേ വേണ്ട പ്രശ്നം ഉണ്ടാക്കണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് പോകണം, ഇവനങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. പക്ഷെ ഡ്രൈവർ കേട്ടില്ല. ഡ്രൈവർ ചാടി ഇറങ്ങി അങ്ങ് ചെന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കവും കാര്യങ്ങളായി. ഒടുവിൽ സുഭാഷ് പറഞ്ഞു, എടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദയാണ് മര്യാദ, നീയൊക്കെ എങ്ങോട്ട് പോകുന്ന എത്ര ധൃതിയിൽ, നിനക്കൊന്നും മുഖത്ത് കണ്ണില്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുവാണ്. ഈ സമയത്ത് സുധീഷ് കാറിനകത്തിരുന്ന് ആ കാഴ്ച കാണുന്നത്, തൻ്റെ ചേട്ടനെയും അനുജന്മാരെയും ഒക്കെ കാണുന്നത്. സുധീഷിൻ്റെ വായ സെല്ലോ ടേപ്പ് തിരികെ വെച്ചിരിക്കുമല്ലേ, എന്ത് ചെയ്യാൻ പറ്റും, അത് ഒട്ടിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് ശബ്ദിക്കാൻ പറ്റില്ല. അപ്പുറത്തും ഇപ്പുറത്ത് കയ്യേലും പിടിച്ചിട്ടുണ്ട്. അത് കാരണം സുധീഷിന് അനങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. വല്ലാത്തൊരു ടെൻഷനായി. ദൈവമേ, തൻ്റെ ചേട്ടന്മാർ തന്നെ അന്വേഷിച്ചിറങ്ങിയതായിരിക്കും എന്നൊരു ചിന്ത. എങ്ങനെയാ അവരെ ഒന്ന് അറിയിക്കുന്നത് താൻ ഈ കാറിനകത്തുണ്ടെന്നുള്ള കാര്യം. അതേ സമയത്ത് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കാറിൻ്റെ അടുത്തേക്ക് വരുവാണ് ഡ്രൈവർ വന്ന് കയറി. ആ സമയത്ത് സുധീഷിൻ്റെ അടുത്തുള്ള ഒരുത്തനും കൂടെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് സുധീഷ് നോക്കി അവർ പോരാണ്ട് തുടങ്ങുവാണ്, ഹരീഷ് സുഭാഷും ഒക്കെ. അപ്പോഴേക്കും സുധീഷ് എന്ത് ചെയ്തു, പെട്ടെന്ന് തൻ്റെ അടുത്തേക്ക് കയറി വന്ന ആളെ ഒറ്റ ചവിട്ടായിരുന്നു. അവന് പുറത്തേക്ക് ഒന്ന് വീണ സമയത്ത് സുധീഷ് തല വെളിയിലേക്കിട്ട് വായിക്കകത്ത് സെല്ലോട്ടി പൊട്ടിച്ചുകൊണ്ട് ഒച്ചത്തി ഒന്നും വിളിക്കാനൊന്നും പറ്റില്ല. ആ ഊന്നൊക്കെ വെച്ച് തല വെളിയിലേക്കിട്ട് കാണിക്കുകയാണ്. ആ സമയത്താണ് കൃത്യം നികേഷ് തിരിഞ്ഞു നോക്കുന്നത്. നികേഷ് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ്, ഈ സമയത്ത് ആ ഗുണ്ടകളൊരാൾ ഒരുത്തൻ സുധീഷിനെ പിടിച്ച് അങ്ങോട്ടേക്ക് തള്ളി. നീ എന്ത് കാണിക്കുകയാണെന്ന് ചോദിച്ചുകൊണ്ട് തള്ളി അകത്തേക്ക് ഇട്ടു. ഒറ്റ നിമിഷവും നികേഷ് കണ്ടുള്ളൂ. പക്ഷേ നികേഷിന് മനസ്സിലായി അത് തൻ്റെ ചേട്ടൻ സുധീഷാന്നുള്ള സത്യം. പെട്ടെന്ന് തന്നെ നികേഷ് ഹരീഷിനോട് സുഭാഷിനോടും ഒക്കെ പറഞ്ഞു, സുഭാഷ് ചേട്ടാ അതേ ആ കാറിനകത്ത് സുധീഷ് ചേട്ടൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആമാര് ഗുണ്ടകളെ കാറും എടുത്തോണ്ട് വിട്ടു പോവുകയാണ്. പിന്നെ വിടുവോ? അവന്മാരെന്ത് ചെയ്തു, സുധീഷിനെ പിടികൂടാനായിട്ട് സുഭാഷ് ഹരീഷും നികേഷും കൂടെ ആ കാറിനെ ഫോളോ ചെയ്ത് പോകുക. ഈ സമയത്ത് കാറിനകത്തുണ്ടായിരുന്ന ഡ്രൈവർ പറഞ്ഞു, അല്ല ഇതെന്തിനാ വീണ്ടും അവന്മാർ നമ്മുടെ പിന്നാലെ വരുന്നേ, പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചാണല്ലോ എന്ന് പറഞ്ഞു. അതാ എനിക്കും മനസ്സിലാകാതെ, ഇത്തിരി സ്പീഡ് കൂട്ടി വിടാനായിട്ട് പറയാണ്. കാരണം സുധീഷ് കാറിനകത്തുള്ളതുകൊണ്ട് അവന്മാർക്കൊരു ടെൻഷൻ ഉണ്ട്. ഈ സമയത്ത് ഹരീഷും സുഭാഷും ഒക്കെ എന്ത് ചെയ്തു, സ്പീഡ് കൂട്ടി വന്ന് കാറിന് മുന്നിലേക്ക് ബൈക്കിങ്ങ് നിർത്തിയിട്ടു. അവന്മാർക്കൊന്നും ചെയ്യാൻ മേലാത്ത അവസ്ഥയെ. പിന്നീട് കാറിനകത്ത് ഒന്നമാര് ചാടി ഇറങ്ങുവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്കായി. അടി എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ അടിയായിരുന്നു. ഈ സമയം സുധീഷ് കാറിനകത്തുനിന്ന് ചാടി വന്നു. സുധീഷിന്റെ വായിലെ സെല്ലോ ടേപ്പും കയ്യിലെ കെട്ടൊക്കെ നികേഷ് പെട്ടെന്ന് അഴിക്കുന്നുണ്ട്. പിന്നെ പോരെ പൊടി പൂരം. ആ ഗുണ്ടകളെയൊക്കെ ഒരു വിധത്തിൽ കൈകാര്യം ചെയ്ത് ഒരു പരുവാക്കി ഇട്ടു. അപ്പോഴേക്കും ഏകദേശം നേരം വിളിക്കാറായിട്ടുണ്ടായിരുന്നു ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ. പിറ്റേ ദിവസം രാവിലെ ഹേമ എന്ത് ചെയ്തു, പത്രം എടുക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും പത്രം വായിച്ചുകൊണ്ട് അയാൾ സിറ്റ് ഔട്ട് ഇരിക്കുന്നു. ഇതാരാ, നിങ്ങൾ ആരാ, നിങ്ങൾ എന്തിനാ ഇവിടെ വന്ന് പത്രം വായിച്ചിരിക്കണേ എന്നും ചോദിച്ചുകൊണ്ട് അങ്ങ് ചെല്ലുമ്പോഴത്തേനും തിരിഞ്ഞു നോക്കി. അയാൾ തിരിഞ്ഞു നോക്കണം. നോക്കിക്കഴിഞ്ഞപ്പോൾ ഹേമ ഞെട്ടിപ്പോയി. സുധീഷിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പ്രേതത്തെ കണ്ട പോലെ ആയിപ്പോയി. ഒട്ടും പ്രതീക്ഷിച്ചില്ല സുധീഷ് തിരികെ വരൂ എന്നുള്ള കാര്യം. സുധീഷിനെ ഗുണ്ടകൾ തീർക്കുമെന്ന് കരുതിയിരുന്നായിരുന്നു ഹേമ. രാജീവ് അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ പറഞ്ഞു വെച്ചിരുന്നേ. ഗുണ്ടകൾ പിടികൂടി ആ വീഡിയോസും കാര്യങ്ങളും കാണുകയും ചെയ്തതാണല്ലോ. അയ്യോ ഒന്നും അലറി വിളിച്ച് അകത്തേക്ക് കയറി ഓടുവാണ്. ചെന്ന് കഥയെ മുട്ടുവാണ്. അപ്പോഴേ രാജീവ് കഥ തുറന്നു വന്നു. എന്താ കാര്യം എന്താണെന്ന് ചോദിച്ചു. അവിടെയെന്ന് പറഞ്ഞു. അപ്പോഴേ സാന്ദ്രയും അരുണൊക്കെ ഇറങ്ങി വന്നു. നിധിയും കൂടെ അങ്ങോട്ട് വരുവാണ്. ഈ സമയത്ത് സുധീഷ് അങ്ങോട്ട് കയറി വരുന്നേ. സുധീഷിനെ കണ്ടു കഴിഞ്ഞപ്പോൾ നിധിക്കൊരു അന്താളിപ്പായി.
നിധി അങ്ങോട്ട് ഓടി വന്നിട്ട് സുധീഷിൻ്റെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് സുധീഷേ ഇതെവിടെയായിരുന്നു? ഞങ്ങൾ എത്രമാത്രം അന്വേഷിച്ചെന്നറിയാവോ? ഇനി അന്വേഷിക്കാൻ ഒരു സ്ഥലം പോലും ബാക്കിയില്ല. ഫോൺ വിളിച്ച് കിട്ടുന്നില്ല. ഇതെന്ത് പറ്റി സുധീഷേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിധി 100 ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് അരുണും രാജീവിനും ഒക്കെ. കാരണം അവർക്ക് മനസ്സിലായ കള്ളത്തരങ്ങളൊക്കെ പുറത്തായെന്ന്. ദൈവമേ ഇവനെങ്ങനെ വന്നു, എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം രാജീവിന് മനസ്സിലായി. പക്ഷെ എന്താ ഏതാ എങ്ങനെയൊന്നും അറിയത്തില്ല. അപ്പോഴേക്കും നിധി എന്ന് സുധീഷിനോട് പറഞ്ഞു, സുധീഷേ എന്താ സംഭവിച്ചേ? നിന്നെ കാണാൻ ഞങ്ങളൊക്കെ എത്ര ടെൻഷനായെന്നറിയോ? കുറേ അന്വേഷിച്ചു, എവിടെ പോയതാ? ഇവരെല്ലാവരും കുറ്റപ്പെടുത്തി എന്നെ. പണം കൊണ്ട് സുധീഷ് മുങ്ങൂന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു സുധീഷ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന്. സുധീഷിന് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കറിയാവുന്ന സുധീഷിന് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. പിന്നീട് നിധി പറഞ്ഞു, കണ്ടില്ലേ സുധീഷ് വന്നിരിക്കുന്നത്, ഇപ്പം നിങ്ങൾക്ക് വിശ്വാസമായോ? സുധീഷ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. സുധീഷ് ആ പണം അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ടില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം രാജീവ് പതുക്കെ പ്ലേറ്റ് മാറ്റുകയാണ്. രാജീവ് പറഞ്ഞു, ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി, ഇവൻ നല്ലവനാന്ന് മനസ്സിലായി. ഇവൻ പണം എടുക്കാത്തോണ്ടല്ലേ തിരിച്ചു വന്നേ. പണം എടുത്തായിരുന്നെങ്കിൽ ഇവൻ തിരിച്ചു വരത്തില്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും നിധി സുധീഷിനോട് ചോദിച്ചു, എന്താ സുധീഷ സംഭവിച്ചതെന്ന് ചോദിച്ചു. അത് ഞാൻ ഇവിടുന്ന് പണവുമായിട്ട് പോയി ചെട്ടിയാരെ കാണാനായിട്ട് പോകുന്ന വഴിക്ക് ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ പെട്ട് കിടക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിൽ നിന്ന് ഒരാൾ കൈ കാണിച്ചു. പെട്ടെന്ന് ഞാൻ വണ്ടി നിർത്തി അയാളുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് കാറിനകത്തിരുന്ന പണപ്പെട്ടിയും കൊണ്ട് 2 പേര് ഓടിപ്പോയെന്ന് പറഞ്ഞു. അത് അവർ ഒരു ഡ്രാമ കളിച്ചായിരുന്നു, ആ പണമൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ പിന്നാലെ പോകാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് എന്നെ കുറച്ച് ഗുണ്ടകൾ പിടിച്ചുകൊണ്ട് പോയി ഒരു വീട്ടു തടങ്കലിൽ ഇട്ടിരിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അവിടുന്ന് ഞാൻ രക്ഷപ്പെട്ട് വന്നാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ഒരു ആശ്വാസം തോന്നി രാജീവിന്. തങ്ങളായത് ചെയ്തതെന്നുള്ള കാര്യം ഭാഗ്യത്തിന് മനസ്സിലായിട്ടില്ല. രക്ഷപ്പെട്ടു, സമാധാനം എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു രാജീവിൻ്റെ മനസ്സിൽ. ഇവൻ പിടിച്ചില്ലല്ലോ. അല്ലായിരുന്നെങ്കിലോ നിധി തങ്ങളെക്കുറിച്ചുള്ള കള്ളത്തരങ്ങളൊക്കെ തിരിച്ചറിഞ്ഞാനോ എന്നൊരു ചിന്തയൊക്കെയായിരുന്നു. ഈ സമയത്ത് അരുൺ പറഞ്ഞു, എടാ നീ ഒരു കള്ളക്കഥ പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നാൽ അതൊക്കെ ഞങ്ങൾ വിശ്വസിക്കുമോ നീ കരുതിയോ? സത്യം പറഞ്ഞു. ആ പണം അടങ്ങിയ ഭാഗം പണം എവിടെയാ? അത് ഞങ്ങൾക്ക് തിരികെ കിട്ടിയാൽ മതിയാവണമെന്ന് പറഞ്ഞ് ചൂടാവുകയാണ്. അപ്പോഴേക്കും രാജീവിന് ടെൻഷനായി. ഇവനെല്ലാം കുളവാക്കുന്ന ലക്ഷണമുണ്ട്. ആ പ്രശ്നം എങ്ങനെയല്ലോ ഒതുക്കി തീർക്കാമെന്ന് കരുതിയിരുന്നപ്പോൾ വീണ്ടും അവൻ ചൊറിഞ്ഞോട്ട് ചെല്ലുക. അരുണിനോടൊന്നും പറയാൻ പറ്റില്ലല്ലോ രാജീവൻ, എല്ലാവരും നോക്കി നിൽക്കുമല്ലേ. അപ്പോഴേക്കും നിധി പറഞ്ഞു, അത് പറഞ്ഞു കഴിഞ്ഞല്ലോ ഏട്ടാ സുധീഷ്. അവനങ്ങനെ പല കള്ളത്തരങ്ങളും പറയും. അതൊക്കെ കേട്ട് അതൊക്കെ ഞാൻ വിശ്വസിക്കണമില്ല, ഒരിക്കലും വിശ്വസിക്കില്ല. ഇവനതല്ല ഇതിലപ്പുറം ചെയ്യുന്നവനാ. സത്യം പറയടാ, ആ പണം അടങ്ങിയ ഭാഗം എവിടെയാന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് രാജീവൻ രൂക്ഷമായിട്ട് അരുണിനെ നോക്കുകയാണ്. പക്ഷെ അരുൺ അതൊന്നും മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്ക് സുധീഷ് പറഞ്ഞു, ശരി പണം അടങ്ങിയ ഭാഗം എവിടെയാന്നല്ലേ അറിയണ്ടേ, അതിനെക്കുറിച്ച് ഞാൻ പറയാമെന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് പുറത്തേക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഈ സമയത്ത് രാജീവൻ അരുണിനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അരുൺ രാജീവിൻ്റെ അടുത്തേക്ക് എന്ത് പരിപാടിയാണ് കാണിച്ചേ? ഞാൻ എങ്ങനെയല്ലോ ഈ പ്രശ്നം ഒന്ന് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുമ്പോൾ നീ വീണ്ടും ആ പ്രശ്നം രൂക്ഷമാക്കാൻ നോക്കണം. അവന് തൽക്കാലത്തേക്ക് സംശയം തോന്നിയിട്ടില്ല. അവൻ എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അറിയാലോ, കാര്യങ്ങൾ മൊത്തം അവതാളത്തിലാവുമെന്ന് പറഞ്ഞു. ശരി അച്ഛാന്ന് പറഞ്ഞു. അപ്പോഴാണ് സുഭാഷിനെ നികേഷിനെയും കൂടെ കൂട്ടിയിട്ട് സുധീഷ് അകത്തേക്ക് വരുന്നത്. അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ നിധി ചോദിച്ചു, സുഭാഷ് ചേട്ടാ നിങ്ങളെന്താ ഇവിടെ? നിങ്ങളെങ്ങനെ ഇവിടെ വന്നേന്ന് ചോദിച്ചു. ആ സമയം സുധീഷ് പറഞ്ഞു, മുമ്പ് ഞാൻ രക്ഷപ്പെട്ട കഥ മാത്രമല്ലേ പറഞ്ഞുള്ളൂ, അതിന് ശേഷമുള്ള കഥകൾ ഞാൻ പറയാമെന്ന് പറഞ്ഞു. എന്നെ ഒരു ഗോഡൗണിലായിരുന്നു പാർപ്പിച്ചിരുന്നത്. അവിടുന്ന് തന്നെ വേറെ സ്ഥലത്തേക്ക് മാറ്റുമായിരുന്നു. ഈ സമയത്താണ് ഹരീഷും സുഭാഷേട്ടനൊക്കെ എന്നെ അന്വേഷിച്ച് വരുന്ന സമയത്ത് ഞാൻ സഞ്ചരിച്ച വാഹനം ഹരീഷിൻ്റെ ബൈക്കുമായിട്ട് കൂട്ടിയിടിച്ചു. അവിടെ വെച്ച് നികേഷിനെ കണ്ടു. അങ്ങനെ എന്നെ ഇവിടെ ഒരു ബന്ധം രക്ഷപ്പെടുത്തി. അവന്മാർക്കിട്ട് നല്ല ഇടിയും കൊടുത്ത് എന്നെ രക്ഷപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ രാജുവിൻ്റെ മുഖമൊക്കെ വല്ലാതായി. പിടിക്കപ്പെട്ടോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. ഈ സമയത്ത് അരുണും പറഞ്ഞു, ഓഹോ അപ്പം നിങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ടാണല്ലേ എന്ന് ചോദിച്ചു. സുധീഷ് പറഞ്ഞു, അതെ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ടാണ്. എന്താണെങ്കിലും ഇത്രയും വരെ കഥകളൊക്കെ ഓക്കെ അല്ലേ, ഇനി ബാക്കി കുറച്ച് കഥകളും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. രാജീവിന് ടെൻഷനായി. രാജീവും പറഞ്ഞു, അതെ എൻ്റെ ദൈവമേ, എന്നാണെങ്കിലും മോൻ രക്ഷപ്പെട്ടല്ലോ, അതന്നെ മഹാഭാഗ്യം. ആകെപ്പാടെ പേടിച്ച് പറിച്ചു പോയായിരുന്നു എന്ത് സംഭവിച്ചെന്ന് ഓർത്തിട്ട്. ഇപ്പോഴവർ സമാധാനമായെന്ന് പറഞ്ഞു. കൃത്യസമയത്ത് ചേട്ടനും അനുജന്മാരും വന്നുകൊണ്ട് സുധീഷിനെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ലേ. നിധിക്കാണെങ്കിൽ ആകെപ്പാടെ വിഷമമായിരുന്നു പറഞ്ഞു. സുധീഷ് പറഞ്ഞു, കഥ തീർന്നിട്ടില്ല, ഇനിയും ഉണ്ട് എന്ന് പറഞ്ഞു. ആ പണവും സ്വർണ്ണം എവിടെയാണെന്ന് അറിയണ്ടേന്ന് ചോദിച്ചു. ആ സമയത്താണ് ഹരീഷ് ഗുണ്ടകൾ ഒരുത്തൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അങ്ങോട്ട് കൊണ്ടിരുന്നത്. അയാളെ കണ്ടു കഴിഞ്ഞപ്പം രാജീവിൻ്റെ അരുണിലേക്ക് ഫ്യൂസ് പോയതുപോലെ ആയിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും? എന്തേലും ചെയ്യാൻ പറ്റുമോ? വല്ലാത്തൊരവസ്ഥയായിപ്പോയി. അപ്പോഴേക്കും
രാജുവും ചോദിച്ചു ഇവൻ ആരാന്ന് ചോദിച്ചു. ഇവനാണ് ആ ഗുണ്ട എന്നെ കടത്തിക്കൊണ്ടുപോയത്, സത്യമാണോ എന്ന് ചോദിച്ചുകൊണ്ട് രാജുവിന് ഓടി വന്ന് അവൻ്റെ കർണത്തൊക്കെ തല്ലുവാണ്. ബാക്കിയുള്ളവരെ നിധിയൊക്കെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്. സുധീഷിന് ആ അഭിനയമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ശരിക്കും ചിരിയാണ് വന്നത്. കാരണം എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഒന്നും അറിയത്തില്ലാത്ത മറ്റുള്ള അഭിനയം കാര്യങ്ങളൊക്കെ. ഈ സമയം അരുൺ ഞെട്ടി വരച്ച് നിൽക്കുകയാണ്. ഇനി ഏത് നിമിഷം എന്ത് സംഭവിക്കാന്നുള്ള കാര്യം അരുണിനും മനസ്സിലായി. എന്താണെങ്കിലും അധികം വൈകാതെ തന്നെ സത്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ ഒരു നിധി തിരികെ വീട്ടിലേക്ക് പോവുക തന്നെ ചെയ്യും, ഇവരുടെ കള്ളത്തരങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.